ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കടച്ചക്ക കറിയാണ്. നാളികേരം വറുത്തരച്ചത് ചേർത്താണ് ഈ കടച്ചക്ക കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കടച്ചക്ക കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഈ കടച്ചക്കയുടെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ, അത് മുഴുവനായിട്ട് ഞാൻ കറിക്കായിട്ട് ഉപയോഗിക്കുന്നില്ല. 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് വറുത്തരയ്ക്കാനായിട്ട്. 1 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ചെറിയുള്ളിയും വറുത്തരയ്ക്കുന്നതിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സബോള ഞാൻ എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഈ കടച്ചക്കയും സബോളയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് തക്കാളി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കടച്ചക്കയും അതുപോലെ തന്നെ ചെറുതായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കടച്ചക്ക കറി ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൽച്ചട്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സാധാരണ പാത്രങ്ങൾ നമ്മൾ ചൂടാക്കിയതിന് ശേഷം പാചകം ചെയ്യാൻ തുടങ്ങാറുണ്ട്. എന്നാൽ കൽച്ചട്ടി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കൽച്ചട്ടിയിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കഷ്ണങ്ങളും വെള്ളവും ഒക്കെ ഒഴിച്ചതിന് ശേഷം വേണം ചൂടാക്കാൻ. അല്ലാതെ നമ്മൾ വെറും കൽച്ചട്ടി മാത്രം ചൂടാക്കിയാൽ കല്ല് ചൂടായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിതിലേക്ക് എല്ലാ കഷ്ണങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും ഞാൻ ഇതിലേക്ക് അരിഞ്ഞാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ 2-2.5 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ്. തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൽച്ചട്ടി പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കഷ്ണങ്ങൾ വേവുന്ന നേരം കൊണ്ട് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലും ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ച നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നാളികേരം നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടുകയാണ്. ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൈസസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാളികേരം പാകത്തിനുള്ള വറവായിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വയ്ക്കുകയാണ്.
കൽച്ചട്ടിയിലെ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത പോലെ ഉണ്ട് കണ്ടിട്ട്. ഞാനിതൊന്ന് നോക്കട്ടെ. കഷ്ണങ്ങൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച നാളികേരം അരച്ചെടുക്കാം. നാളികേരം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ കടച്ചക്ക കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. Thank you so much for watching my videos. See you soon.